ബിഗ് ബോസ് മലയാളം സീസൺ 7 14-ാം ദിവസത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡാണ്. തുടക്കത്തിൽ തന്നെ പ്രേക്ഷകർ ബിഗ് ബോസ് ഷോയെ ഏറ്റെടുത്തു. ചരിത്രത്തിലെ ഏറ്റവും വലിയ റേറ്റിംഗ് ആണ് ബിഗ് ബോസ് ഷോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ആരംഭിക്കുകയാണ്. ഈ വീക്കെൻഡ് എപ്പിസോഡിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ച ആ വീടിനകത്ത് നടന്ന സംഭവബഹുലമായ ഒട്ടനവധി പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെയാണ് ലാലേട്ടനും ബിഗ് ബോസും നോക്കിക്കണ്ടതെന്നും അതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നും അറിയുവാൻ വേണ്ടി തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള വിഷയം അനുമോളും ജിസേലും തമ്മിലുള്ള പ്രശ്നമാണ്. കൂടാതെ ജിസേൽ നിരന്തരമായി ബിഗ് ബോസിന്റെ നിയമങ്ങൾ ലംഘിച്ചു എന്നുള്ള കാരണത്താൽ പലതവണ ജിസേലിന് വാർണിംഗ് ഒക്കെ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വെച്ച് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിനു മുൻപായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ അരങ്ങേറിയത്, അതിന്റെ എല്ലാം കൊച്ചു കൊച്ചു ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിലേക്ക് ലാലേട്ടൻ കടക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതും ഈ അടുത്ത സമയത്ത് സംഭവിച്ചതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കുറച്ചധിക സമയം കാണിക്കുന്നുണ്ടായിരുന്നു. അതായത്, ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ സമയത്ത് അവിടെ ഒരു പ്രശ്നം നടന്നു. അത് അനീഷും ക്യാപ്റ്റൻ ഷാനവാസും തമ്മിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തലയണ പെറുക്കി എറിയുന്നു. ഒടുവിൽ അനീഷിനെ തല്ലാൻ വേണ്ടി ഷാനവാസ് കസേര പൊക്കിയെടുക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. തന്തയ്ക്ക് വിളിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. എന്തായിരുന്നു അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് ജയിൽ തുറന്നവരെ പുറത്തിറക്കി കൊടുക്കുവാൻ വേണ്ടി അനീഷ് വന്ന് പറയുന്നതാണ്. അയാളത് കേൾക്കുന്നില്ല. അയാൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഈ സമയത്ത് അനീഷ് എടാ മരക്കഴുതേ നിന്നോടാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു. ആ ഒരു വാക്കാണ് ഷാനവാസിനെ പ്രകോപിപ്പിക്കുന്നത്. തുടർന്ന് അയാൾ തലയണ വലിച്ചെറിയുന്നുണ്ട്. ഒടുവിൽ വലിയ ബഹളത്തിലേക്കൊക്കെ അത് എത്തുന്ന കാഴ്ച കാണുന്നു. പിന്നീട് കാണുന്നത് അഭിലാഷ് ജിസേലിനോട് സംസാരിക്കുന്നതാണ്. അനുമോളും ജിസേലും തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു മധ്യസ്ഥത വഹിക്കുവാൻ വേണ്ടിയാണ് അയാൾ ചെന്നിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ജിസേല് അതിന് ഓക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അനുമോളോട് സംസാരിക്കുവാൻ വേണ്ടി അഭിലാഷ് പോകുന്നു. പക്ഷെ അനുമോള് ജിസേലിനോട് സംസാരിക്കുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അഭിലാഷിനെ മടക്കി അയക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീടിനുള്ളിലേക്ക് പോകാം എന്ന് പറഞ്ഞ് മത്സരാർത്ഥികളെ കാണുവാൻ വേണ്ടി ലാലേട്ടൻ വീടിനുള്ളിലെ ദൃശ്യങ്ങളിലേക്ക് എത്തുകയാണ്. അവിടെ ലാലേട്ടനെ കണ്ടുകൊണ്ട് എല്ലാവരും വലിയ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച സൂപ്പറായിരുന്നു, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു, നല്ല ഗെയിമുകളായിരുന്നു, എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ഭംഗിവാക്ക് പറയുകയും മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് വന്നിരിക്കുന്ന 6 പേരിൽ 2 പേർ പുറത്തുപോയി, ബാക്കി 4 പേരുണ്ട്, ആരൊക്കെയായിരുന്നു അവർ എന്ന് ചോദിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. 4 പേരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ കണ്ണാടിയൊക്കെ സൂപ്പറായിരുന്നു എന്നെല്ലാം പറയുന്നു. എന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച? അപ്പോൾ അനീഷ് പറയുക, ലാലേട്ട കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇങ്ങനെ ഉയർച്ചയും താഴ്ചയും ഒക്കെയുള്ള ഒരാഴ്ചയായിട്ടാണ് കടന്നുപോയത്, ഐ ആം ഹാപ്പി. തുടർന്ന് രേണു സുധിയോടും കലാഭവൻ സരികയോടും രണ ഫാത്തിമയോടും ഒക്കെ കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കുകളെക്കുറിച്ചും ആ ടാസ്കിൽ അവരെ സഹായിക്കുവാൻ വന്നവരെക്കുറിച്ചും അവരോടുള്ള ഇവരുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും വല്ലാത്ത ഹാപ്പി ആണല്ലോ. പക്ഷെ അനീഷ് അത്ര ഹാപ്പി അല്ലെന്ന് പറയുന്നത് കേട്ടു. എന്തായിരുന്നു അനീഷ്, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ച് അനീഷിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങൾ അപ്പാനി ശരത്തും അനുമോളും കൂടെ നിൽക്കുകയും തന്നെ ചതിച്ചു എന്നുള്ള രീതിയിലുള്ള ആ സംഭാഷണവുമൊക്കെ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. നമ്മൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് അനുമോളെയും ശരത്തിനെ എഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് അവരുടെ ഭാഗം കേൾക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ലാലേട്ടൻ ശരത്തിന് ആദ്യം ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ശരത്തിന്റെ ശബ്ദം, ചെവിക്കല്ല് പൊട്ടിപ്പോകുന്നത് പോലെ അയാളുടെ ചെവിയുടെ കീഴിൽ വന്ന് ഭയങ്കര ഒച്ചത്തിലൊക്കെ സംസാരിക്കുന്നത് കേട്ടല്ലോ, എന്തൊരു ശബ്ദമാണിത്, നിങ്ങൾക്ക് ഇത്രയൊക്കെ ശബ്ദമുണ്ടോ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് സോറി പറഞ്ഞുകൊണ്ടാണ് താൻ തുടങ്ങുന്നത്. അതായത് തന്റെ സംസാരവും തന്റെ ശബ്ദവും ഒക്കെ കുറച്ച് ഓവറാണെന്ന് ഈ ആഴ്ച വന്നിട്ട് വീണ്ടും ലാലേട്ടൻ സംസാരിക്കേണ്ടി വന്നല്ലോ, അതിൻ്റെ ഒരു ജാള്യത അപ്പാനിയുടെ മുഖത്ത് നന്നായിട്ട് നിഴലിച്ചു നിൽപ്പുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു കുറച്ച് കൺട്രോൾ ചെയ്യണം, ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതിനകത്ത് ഒന്നുമല്ല കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞിട്ട് അനീഷിന്റെ സഹായിയായി നിന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ വിശദീകരണം ചോദിക്കുകയും അത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പാനി പറയുന്നത്, ലാലേട്ട ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു, കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എങ്കിൽ പോലും 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ അനീഷിന് വേണ്ടി കളിച്ചത്. അനീഷിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ലഭിച്ച ഒരവസരം അത് നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്ന് കരുതി തന്നെയാണ് ഞാൻ പെർഫോം ചെയ്തത്. പക്ഷേ അനീഷിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എനിക്കറിയായിരുന്നു ഞാൻ എത്ര നല്ല രീതിയിൽ ചെയ്താലും അനീഷ് അത് പ്രശ്നമാക്കുമെന്ന്. അത് കേട്ടതിന് ശേഷം തുടർന്ന് അനുമോളോടും വിശദീകരണം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന 4 കണ്ടസ്റ്റൻസിന്റെ സഹായികളോടും വിശദീകരണങ്ങളൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്.
ആദിലയും നൂറയും എഴുന്നേൽപ്പിച്ച് നിർത്തി അവരോട് സംസാരിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, എത്ര ഭംഗിയായിരിക്കുന്നു പൂമ്പാറ്റകളെ കാണാൻ, എത്ര നല്ല ഡ്രസ്സാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്, ഇങ്ങനെ തന്നെ നിങ്ങളെ എപ്പോഴും കാണണമെന്നാണ് എനിക്ക് ആഗ്രഹം, എല്ലാ ദിവസവും ഈ രീതിയിൽ പോകാൻ കഴിയട്ടെ. അപ്പോൾ ആദില പറയുന്നുണ്ട്, ലാലേട്ടൻ അത് ബിഗ് ബോസിനോടൊന്ന് പറയണം. കൊള്ളാം, ഞാൻ ബിഗ് ബോസിനോട് എന്ത് വഴക്കടിച്ചിട്ടാണ് ഈ വീക്കെൻഡിൽ ഈ ഡ്രസ്സ് ധരിക്കുവാൻ നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരും, പക്ഷേ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നൊരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ നല്ല രീതിയിൽ ഗെയിം കളിച്ച് വിൻ ചെയ്യുന്ന മുറയ്ക്ക് ഓരോന്നോരോന്നായി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇതൊക്കെ തരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുമാത്രമല്ല, പ്രേക്ഷകർ ഞങ്ങളോട് പറയുന്നുണ്ട് ആ കുട്ടികൾക്ക് അവരുടെ ഡ്രസ്സെങ്കിലും ധരിക്കാൻ കൊടുക്കണമെന്ന്. തരണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ അതങ്ങനെ തരാനൊന്നും പറ്റില്ല. നല്ല രീതിയിൽ നിങ്ങൾ ഗെയിം കളിക്കണം. ഗെയിം കളിച്ച് ജയിക്കുന്നതിനനുസരിച്ച് ഓരോരോ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് ലാലേട്ടൻ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് അനീഷിന് ഒരു കൺഗ്രാജുലേഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഈ അവസാനത്തെ ടാസ്ക് ജീവൻ മരണ പോരാട്ടത്തിൽ അത് വിൻ ചെയ്തതിൽ ഒരു കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട്. അതിന് താങ്ക്സ് പറയുവാൻ വേണ്ടി അനീഷ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പിന്നെ അതേ തുടർന്നുള്ള ക്വസ്റ്റ്യനുകളായി. ആ ഗെയിമിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നല്ലോ. ആദ്യം ആരോ നിങ്ങളോട് എന്തോ ഉപദേശമൊക്കെ തന്നിരുന്നു. ആ ഉപദേശം കേട്ട് നിങ്ങൾ ഗെയിം കളിച്ചു, നിങ്ങൾ ജയിച്ചു. രണ്ടാമത്തെ അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്കും അയാൾ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ വന്നപ്പോൾ നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞു മടക്കി അയക്കി ഏതാണ്ട് ചെയ്തു. എന്തായിരുന്നു സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അനീഷ്, ലാലേട്ട, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമായിരുന്നു. അതുമാത്രവുമല്ല, ഞാൻ ജയിച്ചു കാണണമെന്ന് ഈ വീട്ടിലുള്ള ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു സത്യം കൂടിയുണ്ട്. അപ്പോഴേക്കും വീട്ടുകാരെല്ലാവരും കൂടി അനീഷിനെ കൊല്ലാൻ തുടങ്ങുകയാണ്. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഇവരുടെ എല്ലാവരുടെയും കൂടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അനീഷ് ജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവരെന്ന് തോന്നിപ്പോകും കേട്ടോ. അത് കണ്ടുകൊണ്ട് ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എന്തൊരു സ്നേഹമാണ് നിങ്ങളോട് അവർക്ക്. അപ്പോൾ ബിൻസി പറയുന്നുണ്ട്, അതേ ലാലേട്ട, ഇയാൾക്കത് മനസ്സിലാകുന്നില്ല. ഉടനെ ആര്യൻ എന്തോ സംസാരിക്കാൻ തുടങ്ങുന്നത് കണ്ടുകൊണ്ട് ആര്യന് ലാലേട്ടന് അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ആര്യൻ പറയുകയാണ്, ലാലേട്ട, ഈ ഗെയിം തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുക്കൽ വന്നിട്ടാണ് എന്നോടാണ് ചോദിക്കുന്നത്, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ ഗെയിമിനെ കുറിച്ച്. അപ്പോൾ ഞാനാണ് അതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ളതിനെക്കുറിച്ച് അനീഷിന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അയാൾ ആദ്യ സമയത്ത് വിൻ ചെയ്തു. എന്നിട്ട് രണ്ടാമത്തെ ഗെയിമിലേക്ക് കടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ വീണ്ടും അനീഷിനോട് സംസാരിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, നീ അവിടെ പോയി നിന്നോളാനെന്ന്. ഉടനെ ലാലേട്ടൻ ചോദിക്കുകയാണ്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ സമയം മുതൽ ഇയാൾ നിങ്ങളുടെ ശത്രു ആയിട്ടുണ്ടോ? അപ്പോൾ ആര്യൻ, അങ്ങനെയൊന്നും ഇല്ല ലാലേട്ടാ, ശത്രു ഒന്നും ആയിട്ടില്ല. അല്ല, അമ്മയെ കൊണ്ടൊക്കെ സത്യം ഇടുന്ന കണ്ടു, ഇനി ജീവിതത്തിൽ മുഖത്ത് നോക്കില്ല, മിണ്ടില്ല എന്നൊക്കെ. അത് ഫണ്ണിയായിട്ട് പറഞ്ഞതാണോ അതോ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണോ? അത് പിന്നെ ലാലേട്ട, അന്നേരത്തെ ആ വിഷമത്തിന് ആ ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാണ്, അതങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് കാര്യമൊന്നുമില്ല. തുടർന്ന് ജിസേലിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവിടെ സംസാരിക്കുന്ന വിഷയം അവരുടെ ഇംഗ്ലീഷ് സംസാരത്തെക്കുറിച്ചാണ്. ആര്യനും ജിസേലും തമ്മിൽ മിക്ക സമയങ്ങളിലും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, ഇവരോട് മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞു പറഞ്ഞു മടുത്തിട്ട് അവസാനം ഇവരുടെ കൂട്ടത്തിൽ അനീഷും ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയല്ലോ, അതെന്താണ്? ഇതൊരു മലയാളം ഷോയാണ്, ഇംഗ്ലീഷ് മനസ്സിലാകാത്ത പല ആൾക്കാരും ഉണ്ടാവും. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഷോയുടെ അടിയിൽ ഞങ്ങൾക്ക് മലയാളം സബ് ടൈറ്റിൽ എഴുതി കാണിക്കേണ്ടി വരും. അത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ അതിന് വേറെ പണിഷ്മെന്റ് തരാം. ഉടനെ ജിസേൽ, അയ്യോ വേണ്ട, മതിയായി. അത് കേട്ടിട്ട് വീണ്ടും ലാലേട്ടൻ പറയുകയാണ്, ചങ്ക് പൊട്ടിപ്പോകുന്ന വേറെ പണിഷ്മെന്റ് ഉണ്ട്, വേണോ? എന്നിട്ട് ജിസേലിനോട് ചോദിക്കുകയാണ്, ജിസേൽ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനൊക്കെ പഠിച്ചോ? പഠിച്ചു ലാലേട്ട, എനിക്കിപ്പോൾ മുടി ചെയ്യണമെന്നോ മേക്കപ്പ് ചെയ്യണമെന്നോ അങ്ങനെ ഒരു താല്പര്യവുമില്ല. കയ്യിലുള്ള സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തായിരുന്നോ? എല്ലാം തിരിച്ചു കൊടുത്തു. തുടർന്ന് അനുമോളെ പൊക്കുകയാണ്. CID അനുമോൾ ജിസേലിന്റെ പിറകിന് നടന്ന് എന്തൊക്കെയുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അനുമോൾ ഒന്ന് പറയണം, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രതിയിലേക്ക് എത്തിയത് എന്ന്. എല്ലാം കണ്ടുപിടിച്ചോ? ലാലേട്ട, ഏകദേശം കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ആട്ടെ, എങ്ങനെയായിരുന്നു ഈ കേസ് കണ്ടുപിടിച്ചത്? അത് പിന്നെ ലാലേട്ട, നമ്മളെല്ലാവരും മേക്കപ്പ് ഇടുന്നവരാണല്ലോ. അവള് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അവള് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഞാനിത് പല ആൾക്കാരോടും പറയുകയും ചെയ്തു, അവരും നോട്ട് ചെയ്തു. എന്നിട്ട് അവരും പറഞ്ഞു ഇത് ശരിയാണെന്ന്. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കണം എന്ന് കണ്ട് പുറകിനിറങ്ങി തിരിച്ചത്. രാത്രിയിൽ ഇവിടെ ലൈറ്റ് ഓഫ് ആയി കഴിയുമ്പോഴേക്കും ടിഷ്യൂ പേപ്പർ എടുക്കും, എന്നിട്ട് അതിലേക്ക് ഓയിൽ മുക്കി മുഖത്തൊക്കെ പുരട്ടാറുണ്ട്. അതൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഇവളെ പിടിക്കുവാൻ ഇതിനുവേണ്ടി തന്നെ ഞാൻ രാത്രി വരെയോളം ഇവളുടെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ, അങ്ങനെ വേണം, CIDകൾ അങ്ങനെയാണല്ലോ, ഉറക്കവും ഊണും ഒക്കെ ഉപേക്ഷിച്ച് ഇതിന്റെ പുറകിന് നടക്കുകയല്ലേ കേസ് പിടിക്കാൻ വേണ്ടി. അല്ല, എന്താ ജിസേലെ ഇതിന് മറുപടി പറയാനുള്ളത്? ലാലേട്ട, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവളുമാരെല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ലിപ്സ്റ്റിക്ക് പുരട്ടുന്നുണ്ട്, മേക്കപ്പ് ഇടുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി എൻ്റെ പുറകിന് നടക്കുകയാണ്. അതെങ്ങനെയാ ശരിയാവുക? എൻ്റെ സാധനത്തിൽ മാത്രം കൈയിട്ട് എപ്പോഴും പരിശോധിക്കുന്നുണ്ട്.
എന്റെ ബെഡ് തുറന്ന് എത്ര പ്രാവശ്യത്തെ പരിശോധന നടത്തിയെന്നറിയാമോ? അപ്പൊ ലാലേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നവര്? തുടർന്ന് ജിസേൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് കള്ളങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ച് നിലനിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവസാന സമയത്ത് താൻ പറയുന്നുണ്ട്, കിച്ചൺ ഡ്യൂട്ടിയിൽ ഞങ്ങളായിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് ഭക്ഷണം അടിച്ചു മാറ്റുവാൻ വേണ്ടി ശ്രമിക്കും. കിച്ചൺ ക്യാപ്റ്റന്റെ അനുവാദം ഇല്ലാതെ അങ്ങനെ എടുക്കുവാൻ പാടില്ല. ഞാനിത് പറയുന്നതിന്റെ കാരണം എന്നെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്കും പറയാനുള്ള റൈറ്റ് ഉണ്ടല്ലോ. അവസാന സമയത്ത് അവളെ എന്റെ നേരെ കൈ ഉയർത്തുക കൂടി ചെയ്തു. അതൊന്നും ശരിയല്ല. ഇത് കേട്ടുകൊണ്ട് ലാലേട്ടൻ ഒരു ചെറിയ ചിരിയോടുകൂടി ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ടിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ പേരിൽ നടപടി എടുക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല, ഈ അനുമോള് കിച്ചണിൽ കയറി ഈ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടവരായിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. വീണ്ടും ലാലേട്ടൻ ജിസൈലിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സാധനങ്ങൾ ആരെങ്കിലും എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടോ? എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട് ലാലേട്ട, ഒരാഴ്ച മുമ്പ് എൻ്റെ 1-2 സാധനങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. ഞാൻ പലരോടും ചോദിച്ചു, ഇവിടെ ആരും അത് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അനുമോളെ സംശയമുണ്ടോ? ഉണ്ട്, സംശയമുണ്ട്. ഇവരൊക്കെ തന്നെ അത് എടുക്കുകയുള്ളൂ. അപ്പൊ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലേ? എന്തായിരുന്നു? അത് പെർഫ്യൂം ആയിരുന്നു. ഓ, പെർഫ്യൂം ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോഴേക്ക് ബാക്കിയുള്ളവരൊക്കെ ഞെട്ടുകയാണ്. ഒന്നുമില്ല, എല്ലാം തിരിച്ചു കൊടുത്തു, ഇവളുമാര് വെറുതെ കിടന്ന് എന്റെ പുറകിന് നടക്കുകയാണ് എന്നൊക്കെ ഘോരഘോരം വാദിച്ചുകൊണ്ടിരുന്ന ജിസൈൽ ഇപ്പോൾ പറയുകയാണ്, എന്റെ കയ്യിൽ പെർഫ്യൂം ഉണ്ടായിരുന്നു, അത് ഇവിടുന്ന് മോഷണം പോവുകയും ചെയ്തു. അല്ല, ശരിക്കും ജിസൈലിന് അനുമോളെ സംശയമുണ്ടോ? 5-6 പ്രാവശ്യം എൻ്റെ മേശ തുറന്നു നോക്കിയത് കൊണ്ട് എനിക്ക് ഇച്ചിരി സംശയം ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഇരുന്നോളൂ. അനുമോൾ അത് എടുത്തിട്ടുണ്ടോ? അനുമോള് പറയുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ആരാണത് ശരിക്കും എടുത്തത് എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. ഇത് പറഞ്ഞിട്ട് ബിഗ് ബോസിലെ ക്രൂ മെമ്പേഴ്സ് മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് വന്നു കയറുകയും ആരുമില്ലാതിരിക്കുന്ന സമയത്ത് ജിസേലിന്റെ കട്ടിലിന്റെ ഡ്രോയർ വലിച്ചു തുറന്ന് അതിനകത്ത് പരിശോധിക്കുകയും അവിടെ നിന്ന് പെർഫ്യൂമും ഒരു ബ്രേസ്ലെറ്റും എടുക്കുകയും ചെയ്യുന്ന കാഴ്ച കൃത്യമായി കാണിക്കുന്നുണ്ട്. സത്യത്തിൽ കള്ളി വെളിച്ചത്താവുകയാണ്. ഇതൊക്കെ കാണുമ്പോഴേ സാധാരണക്കാരായ നമ്മളൊക്കെ ഉരുകിപ്പോകും. നമ്മൾ ഈ ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉള്ളതായിട്ട് സ്ഥാപിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ തെളിവ് കാണിക്കുമ്പോൾ പിന്നെ നമുക്ക് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ജിസൈൽ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അവർ ഓരോരോ സാധനങ്ങൾ എടുക്കുമ്പോൾ ജിസൈൽ പറയുക, അതെന്റെ അല്ല. എത്ര തൊലിക്കട്ടിയോടുകൂടിയാണ് പറയുന്നത്. ഒടുവിൽ ഈ സാധനവും എടുത്തുകൊണ്ട്, അതായത് ജിസൈലിന്റെ ബെഡിന്റെ ഡ്രോയർ തുറന്ന് അതിനകത്തു നിന്ന് ഈ സാധനം എടുത്ത് ഒരു ട്രേക്കകത്ത് വെച്ച് അവർ മടങ്ങി പോകുന്ന സമയത്തും ഒരു കുലുക്കവും ഇല്ലാതെ കൂളായിട്ട് അത് നോക്കി ചിരിച്ചുകൊണ്ടങ്ങിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ പറ്റുന്നു? നമുക്കൊന്നും പറ്റില്ല കേട്ടോ. ഇത് അസാധാരണമായ ഒരു ജന്മം തന്നെയാണെന്ന് പറഞ്ഞേ പറ്റൂ. തുടർന്ന് ലാലേട്ടൻ പറയുകയാണ്, ഇതൊക്കെ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത്? പല ആവർത്തി നിങ്ങളോട് വാൺ ചെയ്തിട്ടും നിങ്ങൾ അത് അനുസരിക്കുന്നില്ല. ഉടനെ അനുമോള് ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ലാലേട്ട, എന്ത് കാണാതെ പോയാലും അത് ഞാനാണ് എടുത്തതെന്ന് അങ്ങ് സ്ഥാപിക്കുകയാണ്. പെട്ടെന്ന് ജിസേൽ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, എൻ്റെ സ്കിന്നിന് ചില പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു ഓയിലും ടിഷ്യൂവും എടുത്ത് ഞാൻ വെച്ചിരുന്നു, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലാലേട്ടൻ, അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ നേരായ വഴിയിൽ കൂടിയല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? നിങ്ങളത് ബിഗ് ബോസിനോട് പറയണം. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണം. അല്ലാതെ ഇങ്ങനെയുള്ള പരിപാടിയാണോ കാണിക്കേണ്ടത്? ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. കഴിഞ്ഞു. പ്രേക്ഷകർ മുഴുവൻ നോക്കിയിരിക്കുകയാണ് എന്തായിരിക്കും ഇതിന്റെ പേരിൽ നടപടി ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഈ വിഷയം ഒരു നിസ്സാര കാര്യമാണ്. പക്ഷേ ഇതിനെ ബിഗ് ബോസ് തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. ബിഗ് ബോസ് അതിനെ ഊതി കത്തിച്ചു. ബിഗ് ബോസ് പല പ്രൊമോകളിൽ കൂടി ജിസേലിന്റെ ഈ കള്ളത്തരം പുറത്തുവിട്ടു. ഒടുവിൽ ജിസേൽ കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 7 താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ള ഒരറിയിപ്പ് കൂടി കൊടുത്തു. തീർന്നില്ല, എല്ലാവരും കൂടി സംസാരിച്ചിട്ട് ഇനി മേലിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയും ക്യാപ്റ്റൻ അത് ബിഗ് ബോസിനോട് പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങളെല്ലാം നടന്നതിന് ശേഷമാണ് പിന്നെയും ജിസേല് ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ചെക്ക് ചെയ്യണമെന്നുള്ള താല്പര്യം അനുമോൾക്കുണ്ടാകുന്നത്. ഇത് പിടിച്ചേ പറ്റൂ, ബാക്കിയുള്ളവർക്കൊന്നും പറ്റില്ല, ജിസേലിന് എന്തും കാണിക്കാം, ഇവിടെ അങ്ങനെ വ്യത്യാസവും വേർതിരിവും ഒന്നും കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അനുമോള്, ആദില, നൂറ, ശൈത്യ ഇവരെല്ലാവരും കൂടി ഇത് വാച്ച് ചെയ്യുവാൻ വേണ്ടി ആരംഭിച്ചത്. ഇതെല്ലാം തുടങ്ങിയിട്ടത് ബിഗ് ബോസ് ആണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്മേലൊരു പണിഷ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം പ്രേക്ഷകരെല്ലാവരും ഉറപ്പിച്ചു. അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന മുഴുവൻ പ്രേക്ഷകർക്കും ബിഗ് ബോസ് ഇന്ന് 7ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. വീട്ടുകാർക്ക് മാത്രമല്ല, എല്ലാ പ്രേക്ഷകർക്കും. ബിഗ് ബോസ് ഈ നിയമപുസ്തകങ്ങളൊക്കെ എടുത്ത് നിരത്തിവെച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വായിച്ച് അതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പുകളൊക്കെ നൽകിയതല്ലേ. അപ്പോൾ അത് ലംഘിക്കുമ്പോൾ തീർച്ചയായിട്ടും കഠിനമായിട്ടുള്ള ശിക്ഷ നടപ്പാക്കപ്പെടും. അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ പറയുകയാണ്, ഇങ്ങനെ പോയാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരും. അത് ബിഗ് ബോസ് പറഞ്ഞത്രയും കനം പോലും ഇല്ലായിരുന്നു ലാലേട്ടന്റെ സംസാരത്തിന്. വളരെ ലാഘവത്തോടെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മല പോലെ വന്നത് എലി പോലെ ആയി എന്ന് പറഞ്ഞാൽ മതി. അതെ, ബിഗ് ബോസ് തന്നെ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണ്.
ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും ബിഗ് ബോസ് ഒടുവിൽ എല്ലാവരെയും ശശിയാക്കിക്കൊണ്ട് ജിസേലിനെതിരെ ഒരു നടപടിയും എടുക്കാതെ വിട്ടതും ബിഗ് ബോസ് തന്നെ. അതുകൊണ്ട് ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കൊണ്ടുവന്ന് പട്ടാളച്ചിട്ട നടപ്പാക്കുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ള ആ മുന്നറിയിപ്പുകൾ കൊടുത്തതുകൊണ്ട് ഇതിൽ കൊണ്ടുവന്ന് തലയിട്ട് കൊടുത്ത അനുമോൾ അവസാനം ശശിയായി എന്ന് മാത്രമല്ല, അനുമോൾ കുറ്റക്കാരിയായി മാറുകയാണ്. തുടർന്ന് അങ്ങോട്ട് കാണാൻ പോകുന്നത് ജിസേല് പരിശുദ്ധയാക്കി മാറ്റപ്പെടുന്നു. ജിസേലിന് ഒരു പണിഷ്മെന്റുമില്ല, കാര്യമായിട്ട് സ്ട്രോങ് ആയിട്ട് താക്കീത് പോലും കൊടുക്കുന്നില്ല. നിസ്സാരമായിട്ട് ലാലേട്ടൻ അതിനെ ചിരിച്ചു തള്ളി വിട്ടുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടി വരുമെന്ന്. എന്നാൽ തുടർന്ന് കാണുന്നത് ബിഗ് ബോസ് പറഞ്ഞതിനനുസരിച്ച് CID ജോലി ഏറ്റെടുക്കുകയും തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത അനുമോളെ വലിച്ചു കീറി ഒട്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ മിടുക്കന്മാരായിരിക്കുന്നത് ആരാണ്? ജിസേൽ ഈ പരിപാടികളൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ജിസേലിന്റെ കൂടെ ഇരുന്ന് വട്ടമേശ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്ന ആൾക്കാരല്ലേ. അത് അവരായി, അവരുടെ പാടായി. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അത് കണ്ടില്ല എന്ന് നടിച്ചു മുൻപോട്ട് പോയ ആൾക്കാർ അവരെല്ലാവരും നല്ലവരായി മാറി. നിരന്തരമായി നിയമലംഘനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ജിസേലിനെ ഒതുക്കണം എന്നാഗ്രഹിച്ച് CID പണി ഏറ്റെടുത്ത അനുമോൾ ദേ ഇപ്പോൾ കിടന്ന് കഷായിക്കുകയാണ്. ബിഗ് ബോസിന്റെ ഓരോരോ ലീലാവിലാസങ്ങൾ. ഇതിനെ അനീതിയാണെന്നൊന്നും ആരും പറയരുത് കേട്ടോ. ഇതെല്ലാം ബിഗ് ബോസിന്റെ ഗെയിം സ്ട്രാറ്റജികളാണ്. ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ ലാലേട്ടൻ പറഞ്ഞിരുന്നു, അനാവശ്യമായിട്ട് കാർഡുകളൊന്നും ഇറക്കി കളിക്കാൻ വേണ്ടി വരരുത്, ആ കാർഡുകളൊക്കെ കീറി എറിയുമെന്ന്. എന്നിട്ട് ഇപ്പോഴെന്തായി? കാർഡ് ഇറക്കരുതെന്ന് പറഞ്ഞ ബിഗ് ബോസ് തന്നെ ഒടുവിൽ സകല കാർഡും കൂടി ഒരുമിച്ചെടുത്തു വെച്ച് കളിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് മറുപടി പറയാനാണ്? എന്തായാലും പ്രേക്ഷകരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഒരു ചെറിയ പണി ജിസേലിന് കൊടുക്കാമായിരുന്നു. തുടർന്ന് കാണുന്ന കാഴ്ചകൾ അക്ഷരാർത്ഥത്തിൽ അനുമോൾ എന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഒന്നും അല്ലാതാക്കി മാറ്റുന്ന കാഴ്ചകളായിരുന്നു. തുടർന്ന് കാണുന്ന കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു. അനുമോളെ അടിച്ചച്ചാറാക്കി കളയുന്ന, ഒന്നുമില്ലാതാക്കി കളയുന്ന രംഗങ്ങളാണ് കാണുവാൻ സാധിച്ചത്. അതിന്റെ സാഹചര്യങ്ങൾ ഈ CID പണി എടുക്കുവാൻ പോയ അനുമോളെ അടച്ചാക്ഷേപിച്ചിട്ട് നീയാണ് കള്ളി, ഞാൻ കള്ളിയല്ല എന്നൊക്കെ പറഞ്ഞ് അനുമോളെ കണക്കിന് ശകാരിച്ചിട്ട് ആണുങ്ങളുടെ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മയുടെ നടുവിൽ പോയി പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിസേല്. കൂടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അനുമോളെ തന്നെ പരിഹസിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അനു പറയുകയാണ്, പെണ്ണിനെ കണ്ടാൽ ഇതുപോലെ വീഴുന്ന കുറെ ആണുങ്ങള്, പെണ്ണിനെ കാണുമ്പോൾ വീഴുന്ന കുറെ മൊണ്ണകള്. ഈ ഇരിക്കുന്നവന്മാരെല്ലാവരും അത് തന്നെ. ആ അബി ഒഴിച്ച് ബാക്കി എല്ലാവന്മാരും പെണ്ണിന്റെ മുമ്പിൽ വീഴുന്ന മൊണ്ണകളാണ്. അനുമോൾ പറഞ്ഞ ആ ദൃശ്യങ്ങൾ ആ വീട്ടിലുള്ളവരും ലോകം മുഴുവനുള്ളവരും കാണെ ബിഗ് ബോസ് പരസ്യമായി പ്രദർശിപ്പിച്ചു കളഞ്ഞു. അത് കണ്ടപ്പോൾ അത്രയും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടായി. കാരണം തെറ്റ് ചെയ്ത വ്യക്തിയെ ബിഗ് ബോസ് പ്രൊട്ടക്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് അനുമോൾ ചെയ്തത് വലിയൊരു അപരാധം എന്നുള്ള രീതിയിൽ എല്ലാവരെയും കാണിക്കുന്നത്. എന്താണ് ബിഗ് ബോസ് ഇതിൽ കൂടി അർത്ഥമാക്കുന്ന കാര്യം? ബിഗ് ബോസിന് ആവശ്യം, ഞാൻ മുൻപൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു, കണ്ടന്റുകൾ മാത്രമാണ്. ഈ വിഷയത്തെ ചൊല്ലി നിലയ്ക്കാത്ത അടി ഈ സീസൺ മുഴുവൻ ഒരുപക്ഷെ അടിക്കാനുള്ള പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ടാണ് ആ വീട്ടിലുള്ള പുരുഷ കേസരികളുടെ മുൻപിലേക്ക് ബിഗ് ബോസ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. അനുമോളെ അടുത്ത ദിവസങ്ങളിൽ ടാർഗറ്റ് ചെയ്ത് ഇവരടിക്കണം. അങ്ങനെ അടിച്ചെങ്കിൽ മാത്രമേ ബിഗ് ബോസിന് കണ്ടന്റ് കിട്ടുകയുള്ളൂ. ബിഗ് ബോസിന്റെ ബിസിനസ്സാണിത്. അനുമോളുടെ ലൈഫ് എന്താണെന്നോ അവരുടെ ഭാവിയെ ഇത് ബാധിക്കുന്നത് എങ്ങനെയാണെന്നോ ഇനിയും ഇതിന്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വന്നിട്ട് അവർ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അവര് സങ്കടം കൊണ്ട് ചില അബദ്ധ പ്രസ്താവനകളൊക്കെ വിളിച്ചു പറഞ്ഞു മരിക്കും എന്നൊക്കെ, ആ രീതിയിലേക്ക് പോവുകയോ ചെയ്ത് ഇതൊന്നും ബിഗ് ബോസിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. അവർക്ക് കണ്ടന്റ് മാത്രമാണ് വിഷയം. കാരണം നിലയ്ക്കാതെ കണ്ടന്റ് ഉണ്ടാക്കുവാൻ തക്ക സാധനമാണ് ഇപ്പോൾ അനുമോളുടെ വായിലൊന്ന് വീണിരിക്കുന്നത്. പിന്നെ ചിന്തിക്കാൻ ത്രാണിയുള്ളവന്മാർക്കാണെങ്കിൽ ഒരു ത്രെഡ് കൂടി അവിടെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതായത് നീയൊക്കെ മൊണ്ണകൾ തന്നെയാണ്. ഒരു പെണ്ണ് വിചാരിച്ചാൽ ആ പെണ്ണിന്റെ ഒലിപ്പീരിന്റെ മുമ്പിൽ, ആ പെണ്ണ് ചിരിച്ചു കാണിക്കുന്നതിന്റെ മുൻപിൽ നീയൊക്കെ എത്തിക്സ് മറന്ന് അവളുടെ ചുറ്റിലും കൂടുന്നവന്മാരാണ് എന്ന് ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു വിളി നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്. അത് അനുമോള് മാത്രമല്ല, ഒരുപക്ഷെ ലോകവും നിങ്ങളെക്കുറിച്ച് അങ്ങനെ ആയിരിക്കും പറയുന്നത്. ഇത് ഏറ്റുപിടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ബിഗ് ബോസിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിനെ തെറ്റു പറയാൻ കഴിയില്ല. ഇതൊക്കെ വെളവും ബോധമുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പാനിയെ പോലെ അതിവൈകാരിക ബുദ്ധിയുമായിട്ട് നടക്കുന്ന ആൾക്കാർ, കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന അക്ബറിനെ പോലെയുള്ള ആൾക്കാർ, അവരുടെ കയ്യിലേക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ആയിരിക്കും വരുന്ന ദിവസങ്ങളിൽ അനുമോളുടെ അവസ്ഥ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. തുടർന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും അഭിലാഷിന് ഒരു കൺഗ്രാജുലേഷൻ, മൊണ്ണയല്ലാത്ത ഒരാളിനെയെങ്കിലും കിട്ടിയല്ലോ. ഇത് പറഞ്ഞ് ലാലേട്ടൻ അത് ലാഘവത്തോടുകൂടി ചിരിച്ചു തള്ളി അങ്ങ് വിടുകയാണ്. സത്യത്തിൽ ഈ കാഴ്ച കണ്ടപ്പോൾ
ഈ മൊണ്ണകളെന്ന് ആക്ഷേപിച്ച ആ ഗ്രൂപ്പിനകത്ത് ലാലേട്ടനും ഇടം പിടിച്ചോ എന്നൊരു ചെറിയ സംശയം തോന്നിപ്പോയി. അല്ല, പ്രേക്ഷകരങ്ങനെ ചിന്തിച്ചാലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ജിസേലിന് പണി കൊടുക്കുവാൻ ലാലേട്ടൻ വരുന്നത് പ്രതീക്ഷിച്ചാണ് അവരിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ലാലേട്ടനും കൂടി ജിസേലിനെ മാലാഖയായി വാഴ്ത്തിപ്പാടുവാൻ തുടങ്ങിയപ്പോൾ പിന്നെ അനുമോള് പറഞ്ഞ വാക്കല്ലാതെ പിന്നെ എന്താണ് പറയാൻ കഴിയുക? ആ കൂട്ടത്തിൽ ലാലേട്ടനും ഇടം പിടിച്ചു, മൊണ്ണയായിപ്പോയി. തുടർന്ന് മറ്റുള്ളവരെ കൊണ്ട് അനുമോളെ വിചാരണ ചെയ്യിക്കുകയാണ്. അപ്പാനി, ശരത്ത്, അനീഷ്, അക്ബർ, അങ്ങനെ പല ആൾക്കാരും എഴുന്നേറ്റിട്ട് ഈ മൊണ്ണ പ്രസ്താവനയ്ക്കെതിരെയുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണ്. പക്ഷേ അനുമോള് അത് പറഞ്ഞില്ല, അങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ജിസേലിനെ പോലെ ന്യായീകരിക്കാനൊന്നും ശ്രമിച്ചില്ല. മൊണ്ണ എന്ന് ഞാൻ പറഞ്ഞു. ജിസേലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണോ ഈ വീട്ടിലെ എല്ലാവരും? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? യെസ്, ഞാൻ അങ്ങനെ പറഞ്ഞു. അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? അതായത് ലാലേട്ട, ജിസേൽ എന്ത് കാണിച്ചാലും ജിസേലിന്റെ കൂടെ തന്നെയാണ് ആൾക്കാരുള്ളത്. ഈ വീട്ടിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ചോദ്യങ്ങളുണ്ടാവും, ബഹളങ്ങളുണ്ടാവും. പക്ഷെ ജിസേൽ എന്ത് തെറ്റുകൾ ചെയ്താലും അവരുടെ കൂടെ ഇരിക്കുവാനും അവരെ സപ്പോർട്ട് ചെയ്യുവാനും മാത്രമേ ഇവിടെ ആണുങ്ങളുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞതാണ്. ഇവരൊക്കെ മൊണ്ണകളാണെന്നും അവരുടെ ബോയ് ഫ്രണ്ട്സ് ആണെന്നും ഞാൻ പറഞ്ഞത് തന്നെയാണ്. അല്ല, അനുവിനെ എല്ലാവരും കൂടി കോർണർ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതേ ലാലേട്ടാ, തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. എന്തു വിഷയം വന്നാലും എൻ്റെ മേലേക്ക് കൊണ്ടുവരിക, എന്നെ കോർണർ ചെയ്യുക. ആഹാ, അങ്ങനെ വരുമ്പോൾ ഈ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണ്ടേ? അല്ലാതെ കൊല്ലും ചാകും എന്നൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ലാലേട്ടൻ വീണ്ടും വീണ്ടും ചോദിച്ച് അനുവിലേക്ക് തന്നെ കൂടുതൽ ഇറങ്ങി ചെന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടർന്ന് കാണുന്ന കാഴ്ച, ഈ മൊണ്ണകളെന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ടവർ അതിയായ സങ്കടത്താൽ അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ്. എന്തായാലും അതിൻ്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ലാലേട്ടൻ പോയതിനു ശേഷം ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയുവാൻ കഴിയും. എന്നാൽ തെറ്റു പറയരുതല്ലോ. ഇത്രയും ഒക്കെ തരം താഴ്ത്തുകയും വലിച്ചു കീറുകയും ഒക്കെ ചെയ്തതിനു ശേഷം അവസാനം ലാലേട്ടൻ CID റോൾ ഏറ്റെടുത്തുകൊണ്ട് ഈ കേസ് പുറത്തു കൊണ്ടുവന്നതിന് അനുമോൾക്ക് ഒരു കൺഗ്രാജുലേഷനും കൂടി കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ബാലൻസ് ചെയ്തു പോകാനുള്ള ശ്രമമാണ്. കാണുന്നവർ മനസ്സിലാക്കണം, ജിസേലിനും കണക്കിന് കൊടുത്തിട്ടുണ്ട്, അനുമോൾക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹവുമില്ല, ആരോടും പ്രത്യേകിച്ച് വൈരാഗ്യവുമില്ല. അത് വളരെ കറക്റ്റാണ്. ബിഗ് ബോസിന് പ്രത്യേകിച്ച് ഇന്ന ആൾക്കാർ എന്നുള്ള പ്രത്യേകിച്ച പ്രിവിലേജിലൊന്നും ആരെയും നോക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല. അവർക്ക് കണ്ടന്റ് മാത്രമാണ്, അവർക്ക് ഷോ മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ഏത് സ്ട്രാറ്റജിയും ഉപയോഗിക്കുവാൻ വേണ്ടി ബിഗ് ബോസ് തയ്യാറാകും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നീതി എവിടെയാണ്, അനീതി എവിടെയാണ്, അതിനെക്കുറിച്ചൊക്കെ പ്രേക്ഷകർ സംസാരിച്ചു കൊള്ളുക. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയാം, നിങ്ങളുടെ വിയോജിപ്പുകളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതിനപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ ബിഗ് ബോസെ, ലാലേട്ട ഈ ഷോയെ അത്രമാത്രം ഇഷ്ടപ്പെടുകയും ഈ ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടം പ്രേക്ഷകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവർ അതിനകത്ത് നീതി അന്വേഷിക്കുന്നവരാണ്, സത്യസന്ധത കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ്, നല്ല ഗെയിം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ മുൻപിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവും, അവരുടെ ഹൃദയത്തിന് വേദനയുണ്ടാവും. ഈ ഉടായിപ്പ് ഷോ ഇനി ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞാൽ അതിൽ അവരെ നമുക്ക് തെറ്റു പറയാനും കഴിയില്ലല്ലോ. എന്തായാലും ഈ പ്രശ്നം ഉടനെ ഒന്നും തീരില്ല എന്നുള്ള രീതിയിൽ ചർച്ചകൾ അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനീഷ് കൈ പൊക്കിയിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് അനീഷ് ജിസൈലിനെതിരെ അതിശക്തമായ രീതിയിൽ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ജിസൈൽ ചെയ്തത് തെറ്റ് തന്നെയാണ്. ജിസൈൽ ടിൻറ്റ് ഉപയോഗിച്ചു എന്നുള്ള കാര്യം എല്ലാവരോടും ജിസൈൽ തുറന്ന് സമ്മതിച്ച കാര്യമാണ്. ജിസൈലിന് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്തതുപോലെയാണ് ലാലേട്ട എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് രാത്രിയിൽ മുഴുവൻ ആൾക്കാരുടെയും ഉറക്കം കളഞ്ഞ് ഇവിടെ വലിയ ബഹളമുണ്ടായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ജിസൈൽ തുറന്നു പറയാൻ തയ്യാറായില്ല ലാലേട്ട. എന്ന് വെച്ചാൽ പിന്നെയും സാധനങ്ങളൊക്കെ പൂഴ്ത്തി മറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കാൻ ജിസൈൽ തയ്യാറായില്ലെന്ന് തന്നെയാണ് അനീഷ് പറയുന്നത്. എന്നിട്ട് വീണ്ടും അനീഷ് പറയുകയാണ്, തുടർന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ജിസൈലിനോട് ചോദിച്ചപ്പോൾ ജിസൈൽ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം കയ്യിൽ വെച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് ജിസൈലിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വളരെയധികം കൃത്യമായിട്ട് ജിസൈൽ ആലോചിച്ച് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കുവാനും പുറത്തു കൊണ്ടുവരുവാനും പറ്റാത്ത രീതിയിലുള്ള ചില ഉത്തരങ്ങളൊക്കെ ജിസൈൽ നമ്മളോട് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ലാലേട്ട ചെയ്യുന്നത്. അത് 100% തെറ്റായ കാര്യമാണ്. അനീഷ് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം ഒരുപക്ഷെ ആ മൊണ്ണകളുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണ്ട എന്നുള്ളൊരു സന്ദേശം കൊടുക്കാനാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൃത്യമായിട്ട് ജിസൈലിനെതിരായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. തുടർന്ന് അഭിലാഷ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ലാലേട്ട, ഇവർ തമ്മിൽ പ്രശ്നമുണ്ട്, പക്ഷേ ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ഞാൻ ഇതിനകത്തൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പ്രശ്നം പരിഹരിക്കാതിരിക്കുവാൻ, ഇതിനെ മാക്സിമം ഊതി കത്തിക്കുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അത് ശരിയായ ഒരു നടപടി അല്ലല്ലോ ലാലേട്ട. ഞാൻ അനുമോളോട് സംസാരിച്ചു, ജിസൈലിനോട് സംസാരിച്ചു. ജിസൈൽ ഈ പ്രശ്നം തീർക്കാം എന്ന് എന്നോട് എഗ്രി ചെയ്തു. പക്ഷെ അനുമോളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോൾക്ക് താല്പര്യമില്ല, ഇത് കോംപ്രമൈസ് ചെയ്യുവാനും ജിസൈലുമായിട്ട് കൂട്ടായ്മ കൂടുവാനും താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട്
പിന്നെ ഞാനതവിടെ വിട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അനീഷും മടങ്ങി അവിടെ തൻ്റെ ഇരിപ്പിടത്തിലിരിക്കുകയാണ്. തുടർന്ന് ആ ഒരു വിഷയത്തിന്റെ വിചാരണ അവിടെ നിർത്തിയിട്ട് അനീഷിലേക്ക് പോവുകയാണ് ലാലേട്ടൻ. അനീഷിനെ കുറിച്ച് ലാലേട്ടൻ പറയുകയാണ്, 5 വർഷം ജോലി വരെ വേണ്ടെന്ന് വെച്ചിട്ട് ബിഗ് ബോസ് കണ്ട് ഇതെല്ലാം അരച്ചു കലക്കി കുടിച്ചിട്ടാണ് അനീഷ് ഇതിനകത്തേക്ക് വന്നു കയറിയിരിക്കുന്നത്. ആട്ടെ, ഇതിനു മുൻപുള്ള ഈ ഷോകളിൽ വിന്നറായിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരാളുണ്ട്, പിന്നെ ഒരു സാബു ഉണ്ട്, ഒരാര്യയുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? ഇവരൊക്കെ എന്തുകൊണ്ടാണ് വിന്നറായി മാറിയതെന്നാണ് അനീഷ് ചിന്തിക്കുന്നത്. അനീഷിന് കൃത്യമായിട്ട് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. ലാലേട്ടൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ ആൾക്കാരൊക്കെ വിന്നറായി മാറിയതിന്റെ പിൻപിലുള്ള സ്ട്രാറ്റജി എന്താണെന്നാണ് അനീഷ് മനസ്സിലാക്കുന്നത്. അത് അവർ ജെന്യൂനായിട്ട് ഇവിടെ അവസാന സമയം വരെ നിന്നു. അവരുടെ എല്ലാ ഇമോഷൻസും ഒരു വീടെന്നുള്ള നിലയിൽ തന്നെ കണ്ടുകൊണ്ട് അതെല്ലാം വ്യക്തമായിട്ട് ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ട് അവസാന സമയം വരെയും നിന്നു. അങ്ങനെയാണ് അവർ വിന്നറായി മാറിയത്. ഓക്കെ, അനീഷ് ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇതിനകത്തേക്ക് വന്നത്. നിങ്ങൾ എങ്ങനെ അറിയപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നത്? അത് ലാലേട്ട, ഞാൻ അവസാനം വരെയും ജെന്യൂനായിട്ട് നിൽക്കണം, അങ്ങനെ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അനീഷെ ആ ടാസ്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നത്? അത് ലാലേട്ട, ഞാൻ ജെന്യൂൻ ആയതുകൊണ്ടാണെന്ന് തന്നെയാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. 1-ാം സ്ഥാനത്തിന് അതുകൊണ്ട് തന്നെ ഞാൻ അർഹനാണ് എന്നുള്ള കാര്യവും ഉറച്ചു തന്നെ ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, മോനെ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അത് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 10ഉം 20ഉം പ്രാവശ്യം ഒരേ വാക്കുകൾ പറഞ്ഞ് ഒടുവിൽ നിങ്ങൾ ആ ഗെയിം ഇല്ലാതെയാക്കി. എന്തായാലും നിങ്ങൾ തന്നെ അതൊന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ 1-ാം സ്ഥാനത്തിന് ഞാൻ യോഗ്യനാണ്, അർഹനാണ് എന്ന് നിരന്തരം 1 മണിക്കൂറോളം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ആ ഭാഗങ്ങൾ അല്പനിമിഷം ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടതിന് ശേഷം അനീഷ് അങ്ങനെ മൗനമായിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് എന്തു തോന്നുന്നു എന്നുള്ള ചോദ്യത്തിന്, ഇത് ലാലേട്ട, ഇപ്പോൾ ഞാനിത് കാണുമ്പോൾ എൻ്റെ പ്രവൃത്തിയിൽ എനിക്ക് തന്നെ ഒരു മോശം തോന്നുന്നുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ ഫുള്ള് ഇത് തന്നെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഇത് കേൾക്കുകയും സഹമത്സരാർത്ഥികൾ എല്ലാവരും കൂടി ലാലേട്ടൻ്റെ ആ വാക്കിന് കൈയടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. അതെ, അനീഷ് അങ്ങനെ തന്നെയാണ്. തുടർന്ന് ലാലേട്ടൻ പറയുകയാണ്, ഈ സ്ട്രാറ്റജിയുമായിട്ട് നിങ്ങൾക്ക് അധികം തുടരുവാൻ പറ്റില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത എന്തെങ്കിലും യുണീക്കായിട്ടുള്ള സ്ട്രാറ്റജി ഇതിനകത്തുണ്ടോ എന്നുള്ള കാര്യം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറ, ഞങ്ങൾ കൂടി ഒന്ന് കേൾക്കട്ടെ. ഇല്ല ലാലേട്ട, അങ്ങനെയൊന്നുമില്ല. സത്യത്തിൽ ഈ ഒരു വിചാരണയിൽ കൂടി അനീഷിന് വളരെ കൃത്യമായിട്ടൊരു ദിശാബോധം ലാലേട്ടൻ നൽകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ വെറുപ്പിക്കൽ പരിപാടിയുമായിട്ട് 1-2 ആഴ്ച മാത്രമേ മുൻപോട്ട് പോകാൻ പറ്റൂ. കഴിഞ്ഞ സീസണുകളിലൊക്കെ ഈ സ്ട്രാറ്റജി പുറത്തെടുത്ത ആൾക്കാരുണ്ട്. എന്നാൽ 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും അവരുടെ ആ സ്ട്രാറ്റജി മാറിയിട്ടുണ്ട്. അവർ മറ്റു വഴികൾ തേടും. അങ്ങനെയൊക്കെ ആയിരുന്നു അവർ വിന്നർ സ്ഥാനത്തേക്ക് എത്തിയത്. എന്നാൽ അനീഷ് ഒരേ ഒരു പാറ്റേൺ തന്നെ പിടിച്ച് മുൻപോട്ട് പോവുകയാണ്. ഇത് ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ ജനത്തിന് ആസ്വദിക്കാൻ കഴിയും. എന്നാൽ 100 ദിവസവും ഇതേ പരിപാടി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുവാനും അത് ആസ്വദിക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും ജനങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് മോനെ, നീ വഴി മാറി ചിന്തിച്ചോണം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണ് എന്ന് ലാലേട്ടൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബിഗ് ബോസ് അനീഷിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഇയാൾ ഡെഡ് സോണിൽ പോകേണ്ട ആളാണ്. ഗെയിമിൽ അയാൾ പരാജയപ്പെട്ടു. അവസാന സമയത്ത് അയാൾക്ക് വേണ്ടിയാണ് ഒരു ഗംഭീര ട്വിസ്റ്റുമായിട്ട് ബിഗ് ബോസ് വരുന്നത്. അങ്ങനെയാണ് സ്വപ്നത്തിൽ പോലും പുറത്തു പോകത്തില്ല എന്ന് കരുതിയ ഒനിൽ പുറത്തു പോവുകയും കൂട്ടത്തിൽ ശാരികയും പോവുകയും ചെയ്തത്. എന്തിനു വേണ്ടിയായിരുന്നു ബിഗ് ബോസ് അങ്ങനെ ഒരു ട്വിസ്റ്റുമായിട്ട് വന്നത്? അനീഷ് പുറത്തു പോയാൽ പിന്നീട് ആ വീട് ഉറങ്ങിപ്പോകും. ആ വീടിനകത്ത് കോണ്ടന്റ് കൊടുക്കുവാൻ കപ്പാസിറ്റി ഉള്ള വേറെ ആൾക്കാരില്ല എന്നുള്ളത് തൽക്കാലം ബിഗ് ബോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അനീഷിനെ ബിഗ് ബോസ് പ്രൊട്ടക്ട് ചെയ്തത്. എന്നാൽ 2-ാമത്തെ ആഴ്ച വന്നപ്പോഴേക്കും അനീഷ് പതിയെ അണയാൻ തുടങ്ങി, സൈലന്റ് ആയിട്ട് നടക്കാൻ തുടങ്ങി. വീടിനുള്ളിൽ പല വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. അതിനകത്തൊന്നും അനീഷ് ഇടപെടാൻ പോകാതിരുന്നു. അങ്ങനെ വന്നപ്പോൾ അനീഷിന്റെ ഭാഗത്തു നിന്ന് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തി. ഈ സമയത്താണ് ജിസേലും അനുമോളും ഭാഗ്യത്തിന് കയറി കൊമ്പ് കോർക്കുന്നതും തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ച ആ ഒരു വിഷയം കത്തിക്കേറി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നതും. അപ്പോൾ ഇവിടെ ബിഗ് ബോസിന് അനീഷിനെ ആവശ്യമുണ്ട്. അനീഷ് ഗെയിം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഗെയിമിന്റെ സ്ട്രാറ്റജി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അധികം മുൻപോട്ട് പോകാൻ കഴിയില്ല. അനീഷിനെ അധികം സപ്പോർട്ട് ചെയ്യാൻ ബിഗ് ബോസിനും പറ്റില്ല. അതുകൊണ്ട് ഗതി മാറി ചിന്തിച്ചോ എന്നുള്ളതിന്റെ സൂചനയാണ് ലാലേട്ടൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. തത്വത്തിൽ അനീഷിന് ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള സൂചന തന്നെയാണ്. തുടർന്ന് അപ്പാനിയെ എഴുന്നേൽപ്പിച്ചിട്ട് ഇതുപോലെ തന്നെ ലാലേട്ടൻ പറയുകയാണ്, അപ്പാനി, നിങ്ങൾ അയാളുടെ പിന്നാലെ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ വേറെ വഴിക്ക് പോകും, നിങ്ങൾ അയാളെ വിട്ടുകളാ. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, അയാളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത ഒരാളുണ്ടെങ്കിൽ അത് ഷാനവാസ് മാത്രമാണ്. എന്താണ് ഷാനവാസ് ചെയ്തത്? അവഗണിച്ചു കളഞ്ഞു.
അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വെച്ചിട്ട് ഷാനവാസ് തൻ്റെ വഴിക്ക് പോയി. അനീഷിന്റെ മുൻപിൽ ഇതേ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ അപ്പാനി അങ്ങനെയല്ല. അപ്പാനി അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി പോയി. ശരിക്കും അങ്ങനെ അനീഷിനെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ടാണ് അപ്പാനിയെയും ജനങ്ങൾ വെറുത്തത്. എന്നിട്ട് അഭിലാഷിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, അപ്പാനിയുടെ അതേ ട്രാക്കിൽ തന്നെയായിരുന്നു അഭിലാഷും ആരംഭിച്ചത്. എന്നാൽ ഈ പോക്ക് ശരിയല്ല എന്നറിഞ്ഞപ്പോൾ അയാൾ ആകെപ്പാടെ മാറി. ഭയങ്കര മാറ്റമാണ് അഭിലാഷിൽ വന്നിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതൊക്കെ അപ്പാനിക്ക് മനസ്സിലാകുന്നുണ്ടോ ആവോ? ഗതി മാറാൻ കൃത്യമായിട്ടുള്ള സൂചനകളാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാറ്റിപ്പിടിച്ചാൽ ഇവർക്കൊക്കെ തന്നെ നല്ലത്. തുടർന്ന് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അനീഷിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്? അപ്പോൾ ഷാനവാസ് പറയുകയാണ്, അനീഷിന്റെ ഗെയിം ഫസ്റ്റ് ഡേയിൽ തന്നെ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ അങ്ങ് മാറിപ്പോകാൻ തയ്യാറായി. പക്ഷെ ലാലേട്ട, അനീഷ് നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക, അല്ലാത്തയിടത്ത് വിട്ടുകളയുക എന്നുള്ളതാണ് എൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരു വേള നിങ്ങൾ അയാൾക്ക് 1ാം സ്ഥാനം കൊടുക്കാൻ വേണ്ടി തയ്യാറായി. അതേ ലാലേട്ട, അങ്ങനെ കൊടുത്തുകൊണ്ട് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ ശ്രമിച്ചത്. കാരണം അയാൾ പോകട്ടെ, അയാൾ പോകുമ്പോൾ അതിന്റെ പ്രയോജനം ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൂടിയാണല്ലോ കിട്ടുന്നത്. പക്ഷെ അക്ബറാണ് അത് നശിപ്പിച്ചു കളഞ്ഞത്. ഇവരൊക്കെ ചിന്തിച്ചത് ഈ 1ാം സ്ഥാനം കിട്ടുന്ന ആളിന് എന്തോ പ്രത്യേകിച്ച് പദവി ലഭിക്കും, പിന്നീട് അയാളെ ആർക്കും തൊടാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ തെറ്റിദ്ധാരണയിൽ ഈ ഗെയിം അവർ നശിപ്പിച്ചു കളഞ്ഞത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നെവിൻ എഴുന്നേറ്റ് പറയുന്നുണ്ട്, ആ ഗെയിമിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ പേഷ്യൻസ്, ഇതൊക്കെ പരിശോധിക്കുവാൻ വേണ്ടി ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരു ടാസ്ക് ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെ കരുതിയത്. അത്രയുമൊന്നും ചിന്തിക്കുവാനുള്ള കഴിവ് ഇവർക്കില്ലാതിരുന്നത് കൊണ്ട് ഇവരെല്ലാവരും കൂടി അനീഷിനെ ഒരുമിച്ച് എതിർക്കുകയും ആ ടാസ്ക് ഇല്ലാതാക്കി കളയുകയും ചെയ്തു. അതിന് നേതൃത്വം കൊടുത്തത് അക്ബർക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ആ വിഷയം പറഞ്ഞു തന്നെ നോമിനേറ്റ് ചെയ്യേണ്ടി വന്നു. തുടർന്ന് കാണുന്ന കാഴ്ച ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുകയും അനീഷിനോടുള്ള നിലപാടുകളെക്കുറിച്ച് പറയുകയുമാണ്. ആ പറഞ്ഞവരിൽ മിക്ക ആൾക്കാർക്കും ഇത് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഈ പോയിന്റുകളൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു, അത് പൊതു ഉപയോഗത്തിന് വേണ്ടി പ്രയോജനപ്പെടുമായിരുന്നു എന്ന രീതിയിൽ മിക്കവാറും ആൾക്കാരെല്ലാവരും പറഞ്ഞു വരികയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ പിടിവാശി എന്നൊരു വിഷയത്തെ അവർ തള്ളി പറയുന്നുണ്ടെങ്കിലും അനീഷിന്റെ ഗെയിമിനെ അവർ തള്ളി പറയുന്നില്ല. അനീഷ് ഒരു നല്ല ഗെയിമറാണ്, ഒരു നല്ല മനുഷ്യനാണ് എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാ ആൾക്കാരും അഭിപ്രായവും പറഞ്ഞു വെക്കുന്നുണ്ട്. അവസാനമായിട്ട് അതിന് മറുപടി പറയുവാൻ വേണ്ടി അനീഷ് എഴുന്നേൽക്കുമ്പോൾ പിന്നെയും അനീഷ് പഴയ പല്ലവി തന്നെ ആവർത്തിക്കുകയാണ്, ലാലേട്ട, ഞാൻ തന്നെയാണ് ഈ വീട്ടിലെ ഏറ്റവും ജെന്യുവനായ വ്യക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ട്രാക്കിൽ തന്നെ പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അത് കേട്ടിട്ട് ലാലേട്ടൻ കൗണ്ടർ അടിക്കുകയാണ്, മോനെ, നീ ജെന്യുവനാണ് എന്നുള്ളത് നീ അല്ല പറയേണ്ടത്, നിന്റെ ചുറ്റിലുമുള്ള ആൾക്കാരാണ്. അവരെ കൊണ്ടാണ് പറയിപ്പിക്കേണ്ടത് നീ ജെന്യുവനാണ് എന്നുള്ളത്. ഇത് കേൾക്കുമ്പോഴും ആൾക്കാരെല്ലാവരും കൈയടിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അനീഷ് എന്ന് പറയുന്ന വ്യക്തി ക്രൂക്കറ്റ് വേയിൽ ചിന്തിക്കുന്ന ഒരാളാണെന്ന് ഈ ഗെയിമിൽ ഇത്രയും മുൻപോട്ട് പോയിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. അയാൾ ആർക്കുമെതിരെ ഗൂഢാലോചനകൾ നടത്തിയിട്ടില്ല. ആരെയും ചതിക്കുവാൻ വേണ്ടി അയാൾ തീരുമാനിച്ചിട്ടില്ല. ആരുടെയും പക്ഷം പിടിച്ചുകൊണ്ട് അയാൾ സംസാരിച്ചിട്ടില്ല. അയാൾ തെറ്റ് കണ്ടപ്പോൾ തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാളുടെ സ്ട്രാറ്റജി അത് പലപ്പോഴും മറ്റുള്ളവർക്ക് അരോചകത്വമായി മാറുന്നതായിരുന്നു. അത് തിരുത്തുക എന്നുള്ളതാണ് അനീഷിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുവേണ്ടിയുള്ള സൂചനകളാണ് ലാലേട്ടൻ കൊടുത്തത്. അതിനനുസരിച്ച് അയാൾ മാറിയാൽ അയാളെ പിടിച്ചു കെട്ടാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്ന് അവിടെ കാണുന്ന കാഴ്ച, ഇതുവരെ ഉണ്ടായിരുന്ന പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ആൾക്കാർക്ക് നിങ്ങൾ ഓരോ സ്ഥാനം കൊടുക്കുക. ഓരോരോ ചെറിയ സ്റ്റാറുകളുണ്ട്, മാഗ്നറ്റ് പതിപ്പിച്ച ഓരോ ചെറിയ സ്റ്റാറുകൾ. ഓരോരുത്തരുടെയും ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയുടെ കീഴിലേക്ക് കൊണ്ടുവെക്കുകയും അവരെ എന്തുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് അനീഷാണ് എഴുന്നേൽക്കുന്നത്. അനീഷ് ക്യാപ്റ്റൻ ഷാനവാസിനെയാണ് പറയുന്നത്. അതിനുള്ള കാരണം താൻ പറയുന്നത് ഇതാണ്, ഷാനവാസ് ക്യാപ്റ്റനായിരുന്നു. ഷാനവാസ് ക്യാപ്റ്റനായ ഈ ആഴ്ച വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യങ്ങളും പ്രശ്നങ്ങളുമാണ് ഈ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ വളരെ തന്ത്രപരമായിട്ട് ആ പ്രശ്നങ്ങളെ ഷാനവാസ് ടാക്കിൾ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനാണ് ഈ സ്റ്റാർ കൊടുക്കുവാൻ പോകുന്നത്. തുടർന്ന് അഭിലാഷ് വരുന്നു. അഭിലാഷ് ജിസേലിൻ്റെ പേരാണ് പറയുന്നത്. ജിസേൽ വളരെ ജെന്യൂൻ ആണെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. ഹ്യൂമാനിറ്റി ഉള്ളൊരു വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരുമായിട്ടെല്ലാം നല്ല രീതിയിൽ ഇടപഴകുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ കള്ളത്തരം, ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഈ വീട്ടിൽ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ചെറിയ കള്ളത്തരങ്ങൾ മറ്റുള്ളവർ കാണിക്കുമ്പോഴൊക്കെ ഈ ഷോ നിർത്തിവെക്കാൻ പോവുകയാണെന്ന് ബിഗ് ബോസ് ഭീഷണിയൊന്നും മുഴക്കിയിട്ടില്ല. മാത്രവുമല്ല, അവരുടെ കള്ളത്തരങ്ങൾ പിടിക്കുവാൻ വേണ്ടി മുഖംമൂടി ഇട്ടുകൊണ്ട് ആൾക്കാരെയും അതിനകത്തേക്ക് അയച്ചിട്ടില്ല. അപ്പോൾ ഇത് ചെറിയ കള്ളമല്ല, ഇത് ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ്. പല ആവർത്തി വാണിംഗ് കൊടുത്തതാണ്. അതിനെയാണ് അഭിലാഷ് ഇപ്പോൾ ചെറിയ കള്ളമാക്കി മാറ്റിയിരിക്കുന്നത്.
തുടർന്നെത്തുന്ന ഷാനവാസും ജിസേലിനെ തന്നെയാണ് സ്റ്റാർ കൊടുത്ത് തിരഞ്ഞെടുക്കുന്നത്. അടുക്കളയിൽ നല്ല രീതിയിൽ താൻ ഫുഡ് പ്രിപ്പറേഷൻ നടത്തി, വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കി, നല്ല രീതിയിൽ അത് സെർവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രശംസിച്ചുകൊണ്ട് ജിസേലിന് തന്നെ സ്റ്റാർ കൊടുക്കുന്നുണ്ട്. ജിസേലിന് ഭയങ്കര സന്തോഷമായി. അത്രയും സമയം കള്ളി എന്നുള്ള ഒരു പരിവേഷമായിരുന്നു തൻ്റെ മുകളിൽ കിടന്നിരുന്നത് എങ്കിലും ഇപ്പോൾ സ്റ്റാർ കിട്ടിയപ്പോഴേക്കും ശരിക്കും താൻ സ്റ്റാറായി മാറി എന്നുള്ള ഒരു രീതിയിലേക്ക് ജിസേല് തലയെടുപ്പോടുകൂടി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാൻ തുടങ്ങി. അടുത്തത് ആദിലയും നൂറയും വരുന്നു. അവർ തിരഞ്ഞെടുത്തത് അനീഷിനെയാണ്. ഈ കഴിഞ്ഞ ടാസ്കിൽ അവസാന സമയത്ത് തൻ്റെ പോരാട്ട വീര്യം അവർക്ക് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അനീഷിന് അവർ സ്റ്റാർ കൊടുത്തു. അതിന് തൊട്ടു പിന്നാലെ കലാഭവൻ സരികയാണ് എത്തുന്നത്. സരിക അനീഷിന്റെ നേരെ കൊണ്ടുവന്ന് ഈ സ്റ്റാർ പതിപ്പിച്ചു കളഞ്ഞു. ഞെട്ടിപ്പോയി അപ്പാനിയും അക്ബറും ഒക്കെ. കാരണം ഇവരെല്ലാം ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണല്ലോ. പക്ഷേ സരിക അനീഷിന്റെ നേർക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ എല്ലാവരും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം അവിടെ ഇട്ടിട്ട് പോകും. പിന്നീട് ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ അതേ കുത്തിപ്പൊക്കിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള ഭാവപ്രകടനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. അങ്ങനെ ഒരു മനുഷ്യനായ അനീഷിനാണ് ഞാൻ സ്റ്റാർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. സത്യത്തിൽ കലാഭവൻ സരികയെ അക്ബറും അപ്പാനിയും കൂടി തട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ടാസ്ക് നടക്കുന്ന സമയത്ത് അനുമോള് അനീഷിനെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് അപ്പാനി അനുവിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയത്. ഇപ്പോൾ പലയിടങ്ങളിൽ വെച്ച് ഇത് തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ നടക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ സരികയ്ക്ക് അടുത്ത ദിവസം എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. സരിക ആ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരാളും കൂടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർ ആ ബോർഡിലേക്ക് അനീഷിന്റെ നേർക്ക് ഈ സരിക വെച്ച സമയത്ത് അപ്പാനിയുടെ ഹൃദയത്തിനകത്ത് ഇടുത്തി വീണിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കും. തുടർന്ന് രേണുസുതിയാണ് എത്തുന്നത്. രേണുസുതിയും സ്റ്റാർ പതിപ്പിച്ചത് അനീഷിന്റെ ഫോട്ടോയ്ക്ക് നേരെയാണ്. അതിന് കാരണമായിട്ട് താൻ പറഞ്ഞത് കഴിഞ്ഞ ജയിൽ ടാസ്കിലേക്ക് പോയപ്പോൾ ഒരു ടാസ്കിലും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഞാൻ ആ ടാസ്കിലാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തത്. അതിന് എന്നെ കാര്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുവന്ന ഒരു വ്യക്തി അനീഷേട്ടനായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും പോയി കിടന്നുറങ്ങിയെന്ന്. ഇത് പാതിരാത്രിയിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു ടാസ്ക്. ഈ പാതിരാത്രിയിലേക്ക് പോകുന്ന സമയത്തും ഇവർക്കൊപ്പം അനീഷ് മാത്രമായിരുന്നു നിന്നത്. അതുകൊണ്ട് അനീഷിനെയാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് രേണുസുതി അനീഷിന് സ്റ്റാർ പതിപ്പിക്കുവാൻ തയ്യാറായി. RJ ബിൻസി അപ്പാനി ശരത്തിനാണ് സ്റ്റാർ കൊടുത്തത്. ജെന്യുവിനായിട്ട് ഫീൽ ചെയ്തു. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അപ്പാനിക്ക് സ്റ്റാർ കൊടുത്തു. താൻ കണ്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളാരും കണ്ടിട്ടില്ല, അത് ബിൻസി മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അപ്പാനിയെയും ബിൻസിയെയും കുറിച്ച് കുറേ കഥകൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തുടർന്ന് ആര്യനാണ് എത്തുന്നത്. ആര്യൻ വന്ന് മുക്തകണ്ഠം പ്രശംസിക്കുന്നു ജിസേലിനെ. എന്നിട്ട് ജിസേലിന് തന്നെ സ്റ്റാർ കൊടുക്കുന്നു. അടുത്തതായി അനുമോൾ എത്തുന്നു. അനുമോൾ സ്റ്റാർ കൊടുക്കുന്നത് അനീഷിനാണ്. അനുമോൾക്ക് അനീഷിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെറി വിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയാനുള്ളത്, അദ്ദേഹം ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അതിൽ ഇടപെടും. ആരുടെ വിഷയമാണ് എന്ന് നോക്കില്ല. അതിനകത്തെല്ലാം ഇടപെടുകയും ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയുകയും ചെയ്യും. അദ്ദേഹം ഒരു നല്ല ഗെയിമറാണ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അനീഷേട്ടനാണ് സ്റ്റാർ കൊടുക്കുന്നത്. തുടർന്ന് ശൈത്യ എത്തിയിട്ട് ആര്യന് സ്റ്റാർ കൊടുക്കുന്നു. ബിന്നി വന്നിട്ട് അപ്പാനിക്കാണ് കൊടുക്കുന്നത്. വൈകിട്ട് അപ്പാനിയുടെ ബിന്നിക്ക് നേരെയുള്ള പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനി ജീവിതത്തിൽ ഇയാളെ തിരിഞ്ഞു നോക്കില്ല എന്നായിരുന്നു ചിന്തിച്ചത്. അപ്പാനിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് ബിന്നി ഉരുകിപ്പോയി അവിടെ ഇരുന്ന് കരഞ്ഞു നിലവിളിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ സ്റ്റാർ കൊടുത്തിട്ട് പറയുകയാണ്, അപ്പാനി ചേട്ടൻ ഒരു ജെന്യുവനായ പേഴ്സൺ ആണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറുവശം, എനിക്കാണ് തെറ്റുപറ്റിയത്, ഞാനാണ് അവരെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ ചിന്തിക്കുകയും സങ്കല്പിക്കുകയും പറയുകയും ചെയ്തത് എന്നുള്ളതല്ലേ വരുന്നത്. വിഷയം RJ ബിൻസിയും അപ്പാനിയും തമ്മിൽ എന്തോ ഒരു സംതിങ് ഉണ്ട് എന്ന രീതിയിൽ ബിൻസി സംസാരിച്ചതാണ്. അത് കേട്ടുകൊണ്ട് അപ്പാനി പൊട്ടിത്തെറിച്ചപ്പോഴേക്കും ബിൻസിക്ക് കൺവിൻസ് ആയി അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന്. ഇല്ലാതിരിക്കട്ടെ, അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം അപ്പാനിയൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിനകത്തൊരു പൊട്ടിത്തെറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സങ്കടകരമായ കാഴ്ചയായി പോകും. പക്ഷേ അപ്പാനി തുടർന്ന് വന്നിട്ട് അക്ബറിനാണ് കൊടുക്കുന്നത്. അപ്പാനിയുടെ കാഴ്ചപ്പാടിൽ ആ വീട്ടിലെ ഏറ്റവും നല്ല ഗെയിമറും ജെന്യുവിൻ പേഴ്സണും തൻ്റെ കൂട്ടുകാരനായിരിക്കുന്ന അക്ബർ തന്നെയാണ്. തുടർന്നെത്തുന്ന അക്ബറും ജിസേലിന് തന്നെയാണ് സ്റ്റാർ കൊടുത്തത്. ജിസേല് നല്ലൊരു വ്യക്തിയാണ് എന്നാണ് അക്ബറിന്റെ കണ്ടെത്തൽ. അല്ലറച്ചില്ലറ കുറ്റങ്ങളൊക്കെയുണ്ട്, പക്ഷേ നല്ല സ്നേഹമുള്ള നല്ലൊരു ഹാർട്ടുള്ള ആളാണ്. അതുകൊണ്ട് അക്ബറിന്റെ സ്റ്റാർ ജിസേലിന് തന്നെയാണ്. അടുത്ത ഊഴം ജിസേലിൻ്റെതായിരുന്നു. ജിസേൽ സ്റ്റാർ കൊടുത്തത് ആർക്കാണ്? ആര്യനാണ്. ജിസേൽ ആര്യന് മാത്രമേ കൊടുക്കുള്ളൂ. വന്നു കയറിയ സമയം മുതൽ ജിസേലിന്റെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ ആര്യൻ മാത്രമാണ്.
ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാം അണ്ണാക്കിൽ അടിക്കുന്നത് പോലെയാണ് ഈ പരിപാടി കാണിക്കുന്നത്. എന്ന് വെച്ചാൽ മിക്ക സമയങ്ങളിലും ആര്യന് വേണ്ടി മാത്രമാണ് അവർ സംസാരിക്കുകയും ആര്യന് വേണ്ടിയാണ് എന്തെങ്കിലും അവർ സെർവ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു നിർണായക സാഹചര്യത്തിൽ ഇവിടെ കള്ളിയാണ് എന്നുള്ളത് പ്രത്യക്ഷമായി തെളിയിക്കപ്പെട്ടിട്ടും ഈ മൊണ്ണകളെന്ന് ആക്ഷേപിക്കപ്പെട്ട, തനിക്ക് വേണ്ടിയാണ് ഈ മൊണ്ണവിളി കേട്ടത്, ഈ മൊണ്ണകളെന്ന് ആക്ഷേപിക്കപ്പെട്ട ആൾക്കാരാണ് തനിക്ക് സ്റ്റാർ കൊടുത്ത് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ആര്യനെ ഒന്ന് മാറ്റി അപ്പാനിക്കോ അല്ലെങ്കിൽ അക്ബർക്കോ ആ സ്റ്റാർ കൊടുത്തിരുന്നെങ്കിൽ അതിനകത്തൊരു ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ആര്യനെ വിട്ട് ജിസേലിനൊരു കളിയില്ല. തുടർന്നെത്തുന്നത് രണ ഫാത്തിമയും നെവിനുമാണ്. രണ്ടാൾക്കാരും ജിസേലിന്റെ ഹ്യൂമാനിറ്റിയെയാണ് പ്രശംസിക്കുന്നത്. നല്ലൊരു വ്യക്തിയാണ്, നല്ല മനുഷ്യപ്പറ്റുള്ള നല്ല ഹൃദയത്തിന്റെ ഉടമയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ രണ്ടാൾക്കാരും ജിസേലിന് തന്നെ സ്റ്റാർ കൊടുത്തു. സത്യത്തിൽ ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആ വിഷയം, അതിനുവേണ്ടി ഒരു നല്ല ക്ലാസ് വെച്ചിട്ട് ആ ക്ലാസ്സിൽ സംസാരിക്കുവാൻ ജിസേലിനെ തന്നെ വിളിക്കണം. ആ ക്ലാസ്സിൽ നിർബന്ധമായിട്ടും ആര് വന്നില്ലെങ്കിലും അനുമോളെ കൊണ്ടുവന്നിരുത്തണം. കാരണം ഹ്യൂമാനിറ്റി വിഴിഞ്ഞൊഴുകുന്ന ഒരേ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അത് ജിസേൽ മാത്രമാണ്. ഒടുവിൽ കണക്ക് കൂട്ടി വന്നപ്പോൾ ജിസേലിന് 5 സ്റ്റാറാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ രണ്ടാം സ്ഥാനത്ത് അനീഷാണ് 4 സ്റ്റാറുമായിട്ട്. ആ വീട്ടിലെ ഏറ്റവും വലിയ ശല്യക്കാരൻ, എല്ലാവരെയും ചൊറിയുന്നവൻ, മറ്റുള്ളവരാൽ ഏറ്റവും അധികം അധിക്ഷേപിക്കപ്പെട്ടവൻ. അങ്ങനെ അയാൾക്കെതിരെ ഇല്ലാത്ത കുറ്റങ്ങളും കുറവുകളും ഒന്നുമില്ല. അങ്ങനെ അയാളെ നിരന്തരം അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ഒരു വീടാണത്. ആ വീടിനുള്ളിൽ ഇപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 4 സ്റ്റാറുമായി 4 പേര് വന്നിരിക്കുന്നു. ജിസേലിനേക്കാൾ 1 സ്റ്റാറിന് പിന്നിൽ അനീഷ് 2ാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞാൽ അത് അയാളുടെ മിടുക്ക് തന്നെയാണ്, അത് അയാളുടെ കഴിവ് തന്നെയാണ്. ഇത്രയും ദിവസം തന്നെ തെറി പറഞ്ഞുകൊണ്ട് നടന്ന ആ ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു കൂട്ടം ആൾക്കാർ തനിക്ക് സ്റ്റാർ തരികയും തന്നെക്കുറിച്ച് പുകഴ്ത്തി പറയുകയും ചെയ്യുന്ന രീതിയിലേക്ക് അയാൾ അവരെ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിൽ അത് അനീഷിന്റെ ക്വാളിറ്റി തന്നെയാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. ഇവിടെ ജിസേലിനോടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ പോയതുകൊണ്ടും ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതുകൊണ്ടും ചില ആൾക്കാരൊക്കെ ആ കെയർ ഓഫിലാണ് ജിസേലിന് തന്നെ ഇപ്പോൾ സ്റ്റാർ കൊടുത്തത്. ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ സ്റ്റാറൊക്കെ പല വഴികളിലേക്കും പോയേനെ. എന്നാൽ ആ തരത്തിലല്ല അനീഷ് ഇപ്പോൾ സ്റ്റാർ കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. തുടർന്ന് നമ്മുടെ നെവിനെ പണിപ്പുരയ്ക്കകത്തേക്ക് അയക്കുന്ന കാഴ്ചയാണ്. അയാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അയക്കുന്നത്. നെവിന്റെ മുൻപിൽ പണിപ്പുരയുടെ വാതിൽ ബിഗ് ബോസ് അടച്ചു കളഞ്ഞതാണ്. ലാലേട്ടൻ ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അത് തിരുത്തുന്നു, നെവിനെ അവിടേക്ക് വിടുകയാണ്. നെവിൻ അതിനകത്തേക്ക് ഓടിപ്പോയി ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നത് ഒരു വലിയ അലർച്ചയോടുകൂടിയായിരുന്നു. കാരണം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു സംഗതി അതിനകത്തുണ്ടായിരുന്നു. ഒരു പട്ടി നെവിന് നേരെ ചാടി വീഴുകയാണ്. ആ പട്ടി മൈജിയുടെ ആ റോബോ ഡോഗാണ്. ആ ഡോഗിനെയും കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നെവിൻ വീടിനകത്തേക്ക് തിരികെ കയറി വരുന്നത്. ആ റോബോ ഡോഗിനൊരു പേരിടുവാൻ വേണ്ടി പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. 10,000-കണക്കിന് പേരുകൾ വന്ന കൂട്ടത്തിൽ നിന്നും ഒരു പേര് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ പേര് സ്പൈക്കുട്ടൻ എന്നായിരുന്നു. മറന്നുപോകരുത്, സ്പൈക്കുട്ടൻ. സ്പൈക്കുട്ടൻ വീടിനകത്തേക്ക് കയറുന്നു, എല്ലാവരെയും അമ്പരപ്പിച്ചു കളഞ്ഞു. സ്പൈക്കുട്ടന്റെ ഓരോരോ ചേഷ്ടകൾ, ഓരോ കമാൻഡിനോടുമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, ഇതൊക്കെ സത്യത്തിൽ അവർക്കെല്ലാവർക്കും ആദ്യത്തെ കാഴ്ചയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇനി മുതൽ സ്പൈക്കുട്ടൻ ആ വീട്ടിലുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ലാലേട്ടൻ കൊടുക്കുകയാണ്. നിങ്ങളെയൊക്കെ ഓടിച്ചിട്ടവൻ പിടിക്കും, നിങ്ങളുടെ ഓരോ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരും, അവന്റെ കണ്ണുകൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടാകും എന്ന് ലാലേട്ടൻ പറയുകയാണ്. അങ്ങനെ സ്പൈക്കുട്ടൻ മടങ്ങിപ്പോകുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട കാഴ്ച, 2 അതിഥികൾ നിങ്ങൾക്ക് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് ലാലേട്ടൻ അവരെ വീടിന്റെ വാതിക്കലേക്ക് അയക്കുന്നുണ്ട്. അവർ വീടിന്റെ വാതിക്കലേക്ക് ചെല്ലുമ്പോൾ ഒരു ഓട്ടോറിക്ഷ അകത്തേക്ക് കയറി വരുന്നു. ആ ഓട്ടോറിക്ഷയ്ക്കകത്ത് നിന്ന് 2 ആൾക്കാർ ഇറങ്ങി വരികയാണ്. അതെ, 2 അതിഥികൾ. കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ നിന്നും പുറത്തുപോയ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒനിലും ശാരികയും മടങ്ങിയെത്തിയിരിക്കുകയാണ്. 48 മണിക്കൂറിന് ശേഷം അവർ ആ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. സത്യത്തിൽ അവരുടെ ആ തിരിച്ചുവരവ് കണ്ടപ്പോൾ അതൊരിക്കലും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത വരികയായിരുന്നു. അതിന്റെ കാരണം ഇന്ന് ഇവിടുന്ന് എവിക്ഷനിലേക്ക് പോകുന്ന ഒരാളുണ്ട്. അത് RJ ബിൻസിയാണ്. RJ ബിൻസി തരക്കേടില്ലാതെ കളിക്കുന്ന ഒരു നല്ല ഗെയിമറാണ്. ബിൻസിയുടെ സംസാരവും ചില പ്രത്യേക വിഷയങ്ങളിലുള്ള ഇടപെടലുകളിലും ഒക്കെ ഒരു പ്രത്യേക അഴക് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ബിൻസി ഇന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ്. സത്യത്തിൽ ഒരു 50 ദിവസമെങ്കിലും കുറഞ്ഞ പക്ഷം അവിടെ നിൽക്കുവാൻ യോഗ്യതയുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ്. അവരെ അവിടെ നിർത്തിയിട്ട് ഇതിലാരെയെങ്കിലും ഒരാളിനെയോ അല്ലെങ്കിൽ 2 ആൾക്കാരെയോ മടക്കി അയച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ചുപോയി. അടുത്ത കാഴ്ച എവിക്ഷനാണ്. ബിൻസിയെ ലാലേട്ടൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായി, സാധാരണ എവിക്ഷനൊക്കെ നടക്കുമ്പോൾ കുറേ സസ്പെൻസ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരുടെയും നെഞ്ചിടിപ്പൊന്ന് കൂട്ടിയിട്ടൊക്കെയാണ് വിളിക്കുന്നത്. ഇന്ന് നിങ്ങളിൽ ഒരാൾ എൻ്റെ അടുക്കലേക്ക് വരാൻ പോവുകയാണ്, ഞാൻ ആ വ്യക്തിയുടെ പേര് വിളിക്കുകയാണ്, ബിൻസിക്ക് എൻ്റെ അടുക്കലേക്ക് വരാം. ഷോക്ക് അടിച്ചതുപോലെയായി പോയി ബിൻസി പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും സങ്കടമായി പോയി. എല്ലാവരും ഷോക്കായി പോയി.
അതിൽ ഏറ്റവും അധികം തകർന്നു പോയത് അപ്പാനി ശരത്താണ്. അവർ തമ്മിൽ ഒരു പ്രത്യേക ബോണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പാനിയുടെ ഹൃദയം തകർന്ന കാഴ്ചയായിരുന്നു അപ്പാനി കരയുന്ന കാഴ്ചയും. തുടർന്ന് അപ്പാനിയെ മാത്രം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കരയരുത്, നന്നായി കളിക്കണം, ഞാൻ കൂടെ ഉണ്ടാവും, ഞാൻ തിരിച്ചു വരും, നമുക്ക് കാണാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് ബിൻസി അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചകളും ഒക്കെ കണ്ടു. യാത്ര പറയുവാൻ തുടങ്ങുമ്പോൾ ബിൻസി പറയുന്നുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടായിരുന്നു ഞാൻ ഇവിടേക്ക് വന്നത്. കുറച്ചുകൂടി ഇവിടെ നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, കുറച്ചുകൂടി നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങളൊക്കെ ആലോചിക്കുക, നന്നായി കളിക്കുക. തുടർന്ന് ഷാരികയെയും ഒനിലിനെയും കൊണ്ടുവന്ന ഓട്ടോറിക്ഷ ബിൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ ഓട്ടോയിൽ കയറി ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിൻസി വിട പറഞ്ഞു. തുടർന്ന് ലാലേട്ടൻ്റെ അടുക്കൽ ചെന്ന് സംസാരിക്കുമ്പോഴും ബിൻസിക്ക് അപ്രതീക്ഷിതമായി സംഭവിച്ച ആ ഷോക്കിൽ നിന്നും മുക്തനാകാൻ കഴിഞ്ഞിരുന്നില്ല. ഒത്തിരി പ്രതീക്ഷകളോടുകൂടി, ഒത്തിരി സ്വപ്നങ്ങളോടുകൂടിയായിരുന്നു താൻ ഇതിനകത്തേക്ക് വന്നത്. ഇവിടെ നിന്ന് എന്നെ പറഞ്ഞു വിടാതിരിക്കാൻ പറ്റുമോ എന്നുപോലും ഒരു വേള ബിൻസി നിറകണ്ണുകളോടുകൂടി ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട്. പിന്നെയും സംസാരിച്ചുകൊണ്ട് ബിൻസി അവിടെ നിൽക്കുകയാണ്. പോകുവാൻ തനിക്ക് മനസ്സില്ല. ഒടുവിൽ ലാലേട്ടൻ ഇറങ്ങിപ്പോകാൻ കൈ കാണിച്ച് ഇറക്കി അങ്ങ് വിടുകയാണ് ബിൻസിയെ. അങ്ങനെ ഒരാളും കൂടി ബിഗ് ബോസ് വീടിനോട് വിട പറയുന്ന ആ സങ്കട കാഴ്ച കാണിച്ചുകൊണ്ടാണ് ഈ വീക്കെൻഡ് എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.